84 ലക്ഷം ആസനങ്ങളുള്ള കാര്യം പറഞ്ഞായിരുന്നു. ആ 84 ലക്ഷത്തിൽ 32 പ്രധാനം. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് ചർച്ച ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ 32 ആസനങ്ങളിൽ ആദ്യത്തെ ആസനം സ്വസ്തികാസനത്തിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടായിരുന്നു. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ആസനം ഗോമുഖാസനം. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു എന്നും ഗോമുഖം എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ മുഖമെന്നുമാണ്. നമ്മളുടെ ഗോക്കളുടെ മുഖം ആകൃതിയിലിരിക്കുന്ന, അതിൻ്റെ ഫേസ് ആകൃതിയിലിരിക്കുന്ന ആസനമായതുകൊണ്ടാണ് ഗോമുഖാസനം എന്ന് പറയുന്നത്. അതിൻ്റെ ഹഠയോഗ പ്രതിപികയിൽ അതിൻ്റെ ശ്ലോകം ഇങ്ങനെയാണ് വരുന്നത്: സവ്യേ ദക്ഷിണ ഗുൽഫം തു പൃഷ്ഠപാർശ്വേ നിയോജയേത് ദക്ഷിണേ പിതദാ സഭ്യം ഗോമുഖം ഗോമുഖാകൃതി. എന്ന് വെച്ചാൽ നമ്മളുടെ വലത്തെ ഉപ്പറ്റി ഇടത്തെ പൃഷ്ഠഭാഗത്തെ പാർശ്വത്തിലും ഇടത്തെ ഉപ്പറ്റി വലത്തെ പൃഷ്ഠഭാഗത്തിന്റെ പാർശ്വത്തിലുമായിട്ട് മടക്കി വെക്കുന്ന ആസനം ആയതുകൊണ്ടാണ് ഇതിനെ ഗോമുഖാസനം. അത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പശുവിൻ്റെ എന്ന് വെച്ചാൽ ഗോക്കളുടെ മുഖരൂപത്തിൽ ഫേസ് ആകൃതിയിൽ വരുന്നത് കൊണ്ടാണ് ഇതിനെ ഗോമുഖാസനം എന്ന് പറയുന്നത്. അതിൻ്റെ ശ്ലോകമാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ആസനം എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ബാ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആസനമാണ്. ഓക്കെ, വലിയ പാടൊന്നുള്ള ആസനമല്ല, ഏവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ആസനമാണ്. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ 32 ആസനങ്ങളാണ് പ്രധാനപ്പെട്ട ആസനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ 32 ആസനങ്ങളിൽ ഒരു ആസനമാണിത്. രണ്ടാമത്തെ ആസനം എന്നുവെച്ചാൽ ആദ്യത്തെ ആസനം ഞാൻ ഒരു വീഡിയോ ഇട്ട് സ്വസ്തികാസനം. രണ്ടാമത്തെ ആസനം ഗോമുഖാസനം. സിമ്പിളാണ്. നമ്മുടെ വലത്തെ കാലിന്റെ ഉപ്പുറ്റി താഴേക്ക് ഇതേപോലെ കൊണ്ടുവരിക. രണ്ട് വശത്തും നമുക്ക് ചെയ്യാം. ഒരു വശം കാണിച്ചു തരാം. ഇടത്തെ കാല് അതിന്റെ മുകളിലായിട്ട് ഇതേപോലെ വയ്ക്കുക. നടുവ് നിവർന്നിരിക്കുക. ഇതാണ് ഗോമുഖാസനം. എന്നുവെച്ചാൽ ഈ ഒരു സംഭവം നമ്മളുടെ ഈ ഒരു കാൽമുട്ട് ഗോക്കളുടെ പശുവിന്റെ മുഖാകൃതിയിൽ വരുന്നത് കൊണ്ടാണ് ഈ ഒരു ആസനത്തിന് ഗോമുഖാസനം എന്ന് പറയുന്നത്. ചിലർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരുന്നിട്ട് കൈകൾ ഇതേപോലെ ക്രോസ് ചെയ്ത് പിടിച്ച് ഇരിക്കാറുമുണ്ട്. ഓക്കെ, ഇത് വളരെ നല്ലതാണ്. നമ്മളുടെ നെഞ്ച് വിരിയാൻ വേണ്ടിയിട്ടും അതിന് നമ്മളുടെ ബ്രീത്തിങ് സംവിധാനങ്ങൾ നേരെ ആവാൻ വേണ്ടിയിട്ടും ഏറ്റവും ബെസ്റ്റ് ആസനമാണ് ഈ ഒരു ഗോമുഖാസനം. അതോടൊപ്പം ഈ ഒരു സ്ട്രെച്ച്, മനസ്സിലായോ? അത് മാത്രമല്ല, നമ്മളുടെ എന്തെങ്കിലും ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളോ നമ്മളുടെ ഭയങ്കരമായിട്ട് സെക്ഷൽ തോട്ട്സ് ഭയങ്കരമായിട്ട് വരുന്നുണ്ടെങ്കിലും അതിനെ പോലും കൺട്രോൾ ചെയ്യാൻ നല്ലൊരു ആസനം കൂടെയാണ് ഈ ഒരു ഗോമുഖാസനം. അത് മാത്രമല്ല, ആത്മീയമായ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് വേണമെങ്കിൽ ഈ ഒരു ആസനം വേണമെങ്കിൽ നമുക്ക് ധ്യാനത്തിന് ഉപയോഗിക്കാം. എന്നാൽ ധ്യാനാസനങ്ങളിൽ പെടുന്ന ആസനമല്ല ഇത്, പക്ഷെ നമുക്ക് ധ്യാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഈ ഒരു ആസനം. ഇതിൽ നിന്ന് കുറച്ചൊരു ഡിഫറൻസ് ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ വീരാസനവും ഇത് കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു ഒത്തൊരുമ തോന്നും. എന്നാൽ വീരാസനമല്ല. വീരാസനത്തിൽ നമ്മുടെ ഈ കാല് ഇവിടെ തൊടത്തില്ല. വീരാസനത്തിലെ കാല ഈ മേളിലിരിക്കും. മനസ്സിലായി? അതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യാം. അതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ഗോമുഖാസനത്തില് ഈ കാല് താഴെ വരും. ഈ കാല് നമ്മുടെ തറയിലായിരിക്കും. രണ്ട് കാലും തറയിലായിരിച്ച് ഇങ്ങനെ ഇരിക്കും. ഈ ഒരു ആസനമാണ് ഗോമുഖാസനം. ഓക്കെ, വളരെ നല്ലൊരു ആസനമാണ്. 32 ആസനങ്ങളിൽ ഒരു ആസനമാണ്. 84 ലക്ഷം ആസനങ്ങളുണ്ട്. അപ്പൊ 84 ലക്ഷം ആസനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 32 എണ്ണമാണ്. ആ 32 ആസനങ്ങളിൽ ഒരു ആസനമാണ് ഗോമുഖാസനം. ശ്രദ്ധിക്കുക, ഇത് 32 ആസനങ്ങൾ മതി. ഈ പ്രധാനപ്പെട്ട ആസനങ്ങൾ നമ്മൾ സ്ഥിരമായി ചെയ്താൽ മാത്രം മതി. നമ്മളുടെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുകയും ആത്മീയമായ ഉയർച്ചകൾ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ, നാളെ പറയില്ല, അടുത്തൊരു വീഡിയോയിൽ അടുത്ത ആസനമായിട്ട് 32 ആസനത്തിലെ മൂന്നാമത്തെ ആസനവുമായിട്ട് വരുന്നതായിരിക്കും. ശുഭദിനം.